സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വെള്ളിക്കൽ എന്ന സ്ഥലത്തെ സെൻറ് തോമസ് ഇടവക ദേവാലയത്തിന് മുമ്പിലാണ്. കണ്ണൂർ രൂപതയിൽപ്പെട്ട ഈ വെള്ളിക്കൽ ഇടവകയിൽ ഇന്നൊരു വലിയ സംഭവം നടക്കുകയാണ്. ഈ പ്രദേശം തന്നെ വളരെ പ്രകൃതി മനോഹരമാണ്. വളരെ സുന്ദരമായ ഈ ദേവാലയ പരിസരത്ത് പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്തങ്ങളായ പ്രത്യക്ഷീകരണത്തിൻ്റെ ദൃശ്യാവിഷ്കാരം ഇവിടെ നടക്കുകയാണ്. അച്ഛാ, ഇന്നിവിടെ നടക്കുന്ന ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്താണ് അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ സെൻറ് തോമസ് വെള്ളിക്കൽ ദേവാലയത്തിൻ്റെ വികാരിയാണ്, ഫാദർ പീറ്റർ കനീഷ്. ഇന്നിവിടെ മാതാവിൻ്റെ വിവിധ പ്രത്യക്ഷ വേഷങ്ങളാണ് വിശ്വാസികൾ ധരിച്ച് അണിനിരക്കുകയാണ്. മാതാവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു മത്സരം ഉപകരിക്കും. തിരുസഭ മാതാവിനെ പറ്റി 4 വിശ്വാസ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ച് വിളംബരം ചെയ്തിട്ടുണ്ട്. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയം നിത്യ കന്യകയാണ്, ദൈവ മാതാവാണ്, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്. ഈ 4 വിശ്വാസത്യങ്ങളും വിശ്വാസികൾ ഏറ്റുപറഞ്ഞ് അത് പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാതാവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും മാതാവിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈ ഒരു ചെറിയ മത്സരം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ആദിമാതാവായ ഹവ്വയിൽ നിബന്ധിച്ച ശാപം അനുഗ്രഹമാക്കി മാറ്റിയ രണ്ടാമത്തെ ഹവ്വയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മെ ഈശോയുമായിട്ട് ഏറെ അടുപ്പിക്കുകയാണ്. ഈ ഒരു മത്സരം ലക്ഷ്യം വയ്ക്കുന്നതും അതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. സെൻറ് തോമസ് ഇടവക മക്കളെല്ലാം തന്നെ ഒത്തിരിയേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സുദിനമാണ് ഇന്നേ ദിവസം. അവരതിനു വേണ്ടി കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് വളരെ ഏറെ ഒരുക്കങ്ങൾ അവർ നടത്തിയിരുന്നു. ഈ ഒരു മത്സരം കാണുവാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്കും മാതാവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാം ഈ ഒരു മത്സരത്തിൽ പങ്കുകൊള്ളുന്നത് വഴി. മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ അമ്മയുടെ വിവിധ വേഷങ്ങൾ ധരിച്ച ഈ മക്കളെ അങ്ങ് കാരുണ്യപൂർവ്വം കനിഞ്ഞ് ആശീർവദിക്കണമേ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്തമായ 10-30-ലധികം പ്രത്യക്ഷീകരണമാണ് ഈ ദേവാലയം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. 1854 ഡിസംബർ 8-ന് 9-ാം പീയൂസ് മാർപ്പാപ്പ അമലോത്ഭവത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യത്തിലും വേദപുസ്തകത്തിലും ഈ പ്രഖ്യാപനത്തിന് ബലമായ തെളിവുകളുണ്ടെന്ന് മാർപ്പാപ്പ വിശദീകരിച്ചു. ഈ വിശ്വാസത്തിന് സഭ നൽകുന്ന യുക്തി ഇതാണ്: ആദത്തിന്റെ പാപനിമിത്തം എല്ലാ മനുഷ്യരും ഉത്ഭവ പാപത്തോടെയാണ് ജനിക്കുന്നത്. മറിയവും ഈ നിയമത്തിന് വിധേയയായി ഉത്ഭവ പാപത്തോടെയാണ് ജനിച്ചിരുന്നത് എങ്കിൽ പാപം കൊണ്ട് മലിനമായ ഒരു ഉദരത്തിലാകുമായിരുന്നു യേശുവിന്റെ ഉത്ഭവം. അത് അവിടുത്തെ പരിശുദ്ധി നിരക്കാത്ത കാര്യമാകുമല്ലോ. അതുകൊണ്ട് യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ യോഗ്യത മുൻകൂറായി നൽകി ദൈവം മറിയത്തെ ഉത്ഭവത്തിന്റെ പ്രഥമ നിമിഷം മുതലേ അമലയായി കാത്തുരക്ഷിച്ചു. ദൈവത്തിനത് കഴിയുമായിരുന്നു, അത് യുക്തമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ ചെയ്തു. കടലും പുഴയും സംഗമിക്കുന്ന ഭൂമിയിൽ പട്ടുസാരിയുടുത്ത് ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിന്റെ തിരുരൂപം. പ്രാർത്ഥനയും കണ്ണീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന
ദേവാലയം. തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവ്. ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിന്റെ ആദ്യത്തെ ദർശനം ലഭിച്ചത്. അതിനുശേഷം മോര് വിൽപ്പനക്കാരനായ ഒരു മുടന്തൻ ബാലനും ദർശനം ലഭിക്കുകയും അവൻ ആരോഗ്യവാനാവുകയും ചെയ്തതോടെ മാതാവ് ആരോഗ്യമാത എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 1947 മുതൽ 1976 വരെയുള്ള ഈ കാലഘട്ടത്തിൽ വടക്കേ ഇറ്റലിയിലെ പ്രകാശപൂർണമായ മല എന്നർത്ഥം വരുന്ന മോണ്ടിക്കിയാരി എന്ന സ്ഥലത്ത് പിയറിന എന്ന സ്ത്രീക്കാണ് റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധി അമ്മയുടെ ചിത്രത്തിൽ കാണുന്ന റോസാ പുഷ്പങ്ങളുടെ അർത്ഥവും അമ്മ വിവരിച്ചു കൊടുത്തു. വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് മാറിടത്തിൽ 3 റോസാപ്പൂക്കളുമായാണ് അമ്മ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. വെള്ള, ചുവപ്പ്, സ്വർണം തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെട്ട റോസാപ്പൂക്കൾ പ്രാർത്ഥന, പ്രായച്ചിത്തം, പരിഹാര പ്രവർത്തനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. കുരിശുയുദ്ധം ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നിലായിരുന്നു കർമ്മലീത്ത സഭ സ്ഥിതി ചെയ്തിരുന്നത്. 13-ാം നൂറ്റാണ്ടിൽ അവിടുന്ന് കുറെ ആളുകൾ പടിഞ്ഞാറ് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് കർമ്മലീത്ത സഭാംഗമായ സെന്റ് സൈമൺ സ്റ്റോക്കിന് വാഴ്ത്തപ്പെട്ട കന്യകാമറിയത്തിന്റെ ദർശനമുണ്ടായത്. കൂടാതെ ദർശനത്തിൽ ഉത്തരീയം നൽകപ്പെട്ടതായും പറയപ്പെടുന്നു. 1287 ശേഷം ഉത്തരീയം ധരിക്കുന്നത് കർമ്മലീത്ത സഭയുടെ ഭാഗമായി മാറി. ഉത്തരീയം ധരിച്ച് മരിച്ചവരെ രക്ഷിക്കുമെന്ന് സ്റ്റോക്കിന് ദർശനത്തിൽ മറിയം വാഗ്ദാനം ചെയ്തു. 1700-നടുത്ത് ഓക്സ്ബർഗിലെ വിശുദ്ധ പൗലോസിന്റെ ആശ്രമത്തിലെ പുരോഹിതനായിരുന്ന ഹിറോണിമസ് അംബ്രോയിസസ് ലാംഗമാൻഡൽ ഏർപ്പാട് ചെയ്ത് വരപ്പിച്ചതാണ് ഈ ചിത്രം. ലാംഗമാൻഡലിന്റെ കുടുംബത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ വോൾഫ്ഗാങ് ലാംഗമാൻഡലും ഭാര്യ സോഫിയ റിസ്റ്റുമായുള്ള വിവാഹബന്ധം തകർച്ചയുടെ വക്കിലായപ്പോൾ അദ്ദേഹം ഈശോ സഭാ വൈദികനായ ജേക്കബ് റെമ്മിന്റെ സഹായം തേടി. ഇതര ബന്ധനങ്ങളെല്ലാം അഴിച്ച് ദാമ്പത്യബന്ധം ഉറപ്പിക്കാനായി റെം മാതാവിനോട് പ്രാർത്ഥിച്ചതോടെ ദമ്പതിമാർക്കിടയിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ട് വേർപിരിയൽ ഒഴിവായി. ഈ സംഭവത്തിന്റെ അനുസ്മരണമായി പേരക്കിടാവ് ഏർപ്പാട് ചെയ്ത് വരപ്പിച്ചതാണ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രം. പരിശുദ്ധ കന്യകാമറിയത്തെ ഫ്രാൻസിലെ ലൂർദ് എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ അഭിസംബോധന ചെയ്തിരുന്ന പേരാണ് ലൂർദ് മാതാവ്. ക്രൈസ്തവ സഭയുടെ പ്രശസ്തമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഫ്രാൻസിലെ ലൂർദ്. നഗരത്തിൽ നിന്നും 11 മൈൽ അകലെ വിറക് ശേഖരിക്കാൻ പോയ ബെർണീത്തായ്ക്കും അവളുടെ സഹോദരിക്കും സുഹൃത്തിനുമാണ് 1858 ഫെബ്രുവരി 11 ആദ്യമായി ദർശനമുണ്ടായത്. 1950 നവംബർ 1 പിയൂസ് 12-ാമൻ പാപ്പയാണ് മാതാവിന്റെ സ്വർഗാരോപണം കത്തോലിക്ക സഭയുടെ വിശ്വാസസിദ്ധമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യകാ മാതാവ് ഭൂമിയിലെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ദിനം സ്വർഗാരോപണം തിരുനാളാണ്. ദീർഘമായ ചരിത്രവും ആഴമേറിയ അർത്ഥവുമുള്ളതാണ് നിത്യസഹായ മാതാവിന്റെ ചിത്രം. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ചതെന്ന് കരുതപ്പെടുന്നു ഈ അത്ഭുത ചിത്രം. പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ പ്രത്യക്ഷീകരണങ്ങളാണ് തളിപ്പറമ്പ് വെള്ളിക്കൽ സെന്റ് തോമസ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനനം മുതൽ അമ്മയുടെ സ്വർഗാരോപണം വരെയുള്ള വ്യത്യസ്തമായ രൂപഭാവങ്ങളാണ് നമുക്ക് മുന്നിൽ.
ആമേൻ.